സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ വ്യാഴാഴ്ചത്തെ മെയിൻ്റനൻസിന് ശേഷം നമുക്ക് കൊനാമി പുതിയൊരു നോമിനേഷൻ കോൺട്രാക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഏതാണെന്നാണ് നമ്മളിത് പറയാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു 6 നോമിനേഷൻ കോൺട്രാക്റ്റ് പ്ലേയേഴ്സിനെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കൊനാമി. എല്ലാവരും ചാടി കയറി ഗ്രീസ്മാനെ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയണേ കൂടി കേട്ടിട്ട് സൈൻ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ എൽബിന്ന് തന്നെ തുടങ്ങാം. എൽബിൻ്റെ കാര്യം നോക്കിയാൽ ഗൈസ് അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്കിങ് പ്രൊവൈഡ് ചെയ്ത് കളിക്കണ ഒരു എൽബി ആണത്. അപ്പോൾ നിങ്ങൾക്ക് സബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എൽബി ഇല്ലെങ്കിൽ മാത്രം എടുത്താൽ മതി. അത്യാവശ്യം നമുക്ക് കിട്ടുന്ന എല്ലാ ഫ്രീ കാർഡ്സിൻ്റെ അത്ര സ്റ്റാറ്റ്സ് ഈ കാർഡിന് വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഈ ആർബിൻ്റെ കാര്യവും ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്. വലിയ സ്റ്റാറ്റ്സ് വ്യത്യാസമൊന്നും ഇതിലും വരുന്നില്ല. നമുക്ക് കിട്ടുന്ന ഫ്രീ കാർഡിൻ്റെ പോലെ തന്നെ ഒരു പെർഫോമൻസ് തരുള്ളൂ. സബിലേക്കോ അല്ലെങ്കിൽ ഒരു RB ഇല്ലെങ്കിൽ മാത്രം ഈ 2 കാർഡ് സൈൻ ചെയ്താൽ മതി ഗൈസ്. പിന്നെ ഇതിലുള്ള ഒരു അത്യാവശ്യം യൂസ്ഫുൾ ആവുന്ന ഒരു കാർഡാണ് ഗൈസ് ഇത്. കാരണം എല്ലാവരും സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ പറയാണ്ട് ഒരു നല്ല ആങ്കർ മാൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്കിൽസും അതേപോലെ സ്പീഡി ആയിട്ടുള്ള ഒരു ആങ്കർ മാൻ്റെ കാർഡാണിത്. അപ്പോൾ നല്ലൊരു ആങ്കർ മാൻ ഇല്ലാത്തവർ ഈ കാർഡ് സൈൻ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു സ്പീഡി ആയിട്ടുള്ള ഒരു ആങ്കർ മാനാണ് ഈ കാർഡ്. പിന്നെ വരുന്നത് നമ്മളെ മർമോഷിൻ്റെ ഒരു കാർഡാണ് ഗൈസ്. ഇത് ഒരു ഗോൾ പൗച്ചർ പ്ലേയിങ് സ്റ്റൈലാണ് വരുന്നത്. ഫ്യൂച്ചർ പ്ലേയിങ് സ്റ്റൈൽ ആണെങ്കിൽ നമുക്ക് വിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കാർഡാണിത്. അത്യാവശ്യം സ്പീഡ്, ആക്സിലറേഷൻ, ഫിനിഷിങ്, ഡ്രിബ്ലിംഗ് ഒക്കെ വരുന്ന എല്ലാ സ്കിൽസൊക്കെ വരുന്ന ഒരു കാർഡാണ്. ഗോൾ പൗച്ചർ ആണെങ്കിൽ നമുക്ക് AMF അതേപോലെ വിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ കാർഡാണിത് ഗൈസ്. ഇങ്ങനത്തെ ഒരു കാർഡ് നിങ്ങളത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കാർഡും സൈൻ ചെയ്ത് നോക്കുക ഗൈസ്. നിങ്ങൾക്ക് വെറുത്തായിരിക്കും. പിന്നെ ഞാൻ പറയാം ിൻ്റെ ഒരു കാർഡാണ് ഗൈസ്. അത്യാവശ്യം ഈ രീതിയിലേക്ക് നമുക്ക് ട്രെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു ഹോൾ പ്ലെയർ ആണ്. AMF ആയിട്ടും CMF ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാർഡാണ്. അത്യാവശ്യം ഒരു CMFന് വേണ്ട എല്ലാ സ്റ്റാറ്റ്സും അതുപോലെ സ്കിൽസൊക്കെ ഉള്ളൊരു കാർഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു CMF ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റിയൊരു കാർഡായിരിക്കും ഗൈസ്. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഹെവി പ്ലെയറാണ്. അപ്പോൾ DMFൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. നല്ല സ്പീഡൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പാസിംഗ് എബിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ AMF റോളാണ് നോക്കണമെങ്കിൽ ഗൈസ് ഈ മർമൂഷ ആയിരിക്കും ബെറ്റർ ഗൈസ്. പിന്നെ പറയാനുള്ള ഒരു കാർഡാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രീസ്മാൻ്റെ കാർഡ് ഗൈസ്. അപ്പോൾ ഗ്രീസ്മാൻ്റെ കാർഡ് നമുക്ക് ഈ രീതിയിലേക്കാണ് ട്രെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഒക്കെ പറയാനുള്ള ഗൈസ് നിങ്ങളത് ഗ്രീസ്മാൻ്റെ ഇതിന് മുമ്പ് നല്ലൊരു കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാർഡ് സൈൻ ചെയ്യേണ്ട. ഈ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ആ കാർഡാണ് ബെറ്റർ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പോയാൽ മതി. കാരണം അതൊക്കെ നല്ല കാർഡുകളൊക്കെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഗ്രീസ്മാൻ്റെ കാർഡ് നല്ല ഇല്ലെങ്കിൽ മാത്രം ഈ കാർഡ് സൈൻ ചെയ്യുക. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഒക്കെ വരുന്നൊരു കാർഡാണ്. ഹോൾ പ്ലെയർ ആണ്. അപ്പോൾ നമുക്ക് CF റോളിലൊക്കെ ഇട്ട് കളിപ്പിക്കാം. ഈ ആങ്കർമാൻ്റെ കാർഡ് അത്യാവശ്യം നല്ല വൃത്തി കാർഡാണ്. നല്ലൊരു ആങ്കർമാൻ ഇല്ലെങ്കിൽ എടുക്കാം. അതുപോലെ നമ്മളെ മർമോഷിൻ്റെ ഈ ഒരു കാർഡും അത്യാവശ്യം നല്ല വൃത്ത് കാർഡാണ്. കാരണം ഇങ്ങനത്തെ കാർഡൊന്നും നമ്മുടെ നോമിനേഷൻ കോൺട്രാക്റ്റൊന്നും കൊണ്ടുവരില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഓവർ റേറ്റിംഗ് കുറഞ്ഞാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നൊരു കാർഡാണിത്. പിന്നെ അതേപോലെ സാവിച്ചിൻ്റെ കാർഡ് നല്ലതാണ്. CMF ഒക്കെ കളിപ്പിക്കാം. ഗ്രീസ്മാൻ അത്യാവശ്യം നല്ലൊരു കാർഡാണ്. വേറെ ഗ്രീസ്മാൻ്റെ കാർഡൊക്കെ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡായിരിക്കും ഗ്രീസ്മാൻ്റെ കാർഡ്. ഞാൻ സൈൻ ചെയ്യാൻ പോകുന്നത് ഗ്രീസ്മാൻ തന്നെയാണ്. കാരണം എൻ്റെ കയ്യിൽ ഗ്രീസ്മാൻ്റെ വേറെ നല്ല ഹൈലൈറ്റ് കാർഡൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഗ്രീസ്മാനെ സൈൻ ചെയ്യും ഗൈസ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഈ ഫുട്ബോൾ യൂസിന് ഷെയർ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ.